ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ കണ്ട് നിങ്ങളും അതുപോലെ ആ വീഡിയോ ചെയ്ത് ഞാനും മടുത്തുവെന്നറിയാം. എങ്കിലും ഇപ്പം നമുക്ക് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അക്കൗണ്ടിൽ വീഡിയോസ് ഒന്നും വരാത്തത്. ഇപ്പോൾ ഇൻസ്റ്റയിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റൊക്കെ ഇടാറുണ്ട്. അത് ഞാൻ പണ്ടൊക്കെ എടുത്ത് വെച്ച ഫോട്ടോസാണ് ഇപ്പം ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി നമുക്ക് വീഡിയോസൊക്കെ പഴയ പോലെ വീണ്ടും ഇട്ട് തുടങ്ങാമെന്ന്. എപ്പോഴും ഞാനിങ്ങനെ ഇട്ട് തുടങ്ങും, വീണ്ടും അങ്ങ് നിൽക്കും. പക്ഷേ ഇനി മുതലെങ്കിലും നമുക്ക് റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടണം. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ഇട്ടത് ഡവിൻ്റെ മോയ്സ്ചറൈസറായിരുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ ക്ലിപ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ഡവിൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് ഇവിടെ കിടക്കുന്ന മോയ്സ്ചറൈസറാണ്. പക്ഷേ ഞാനിത് അധികം മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പം ഞാൻ എവിടുന്നോ തപ്പി പിടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചിട്ടാൽ മതി എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇട്ട് വന്നപ്പം ചെറുതായിട്ടൊന്ന് കൂടിപ്പോയിട്ടുണ്ട്. അപ്പം ഇത് ഏകദേശം എൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അത് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കോമ്പാക്റ്റ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ ടാൽക്കൺ പൗഡറാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടതല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് കോമ്പാക്റ്റ് പൗഡർ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലിപ് ബാം ഇടുന്നുണ്ട്. എൻ്റെ കയ്യിൽ 1-2 ലിപ് ബാം ഉണ്ട്. പക്ഷേ ഞാനിപ്പം റീസെൻ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണാടി നോക്കി കണ്ണെഴുതിയാലേ ശരിയാവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫാക്കിയിട്ട് പോയി കണ്ണാടി നോക്കി കണ്ണെഴുതിയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ റീസെൻ്റായിട്ടുള്ള ഫേവറേറ്റ് ലിപ് കോംബോ ആണ് കേട്ടോ ഇത് ഏതായിരുന്നു, ഏതോ ഒരു ഷെയ്ഡാണ്. അപ്പം ആ ലിപ്സ്റ്റിക്ക് നമ്മൾ മറ്റേ ലിപ് ലൈനറായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് നമ്മൾ ഉള്ളിലിട്ട് കൊടുക്കും. എനിക്ക് സാധാരണ ഞാൻ ഈ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് മാത്രമായിരുന്നു ഇടുന്നത്. അപ്പം വലിയ കളറൊന്നും ഇല്ലല്ലോ അതിന്. അപ്പം ഞാൻ കരുതി ചുമ്മാ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എവിടെ പോയാലും ഇങ്ങനെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ഇനി നമുക്ക് മുടികെട്ടലാണല്ലോ ഇപ്പോൾ ടാസ്ക്. അപ്പോൾ ഞാൻ അതും ക്യാമറ ഓഫാക്കിയിട്ട് പോയിട്ടാണ് മുടി കെട്ടിയിട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ 1-2 മണിക്കൂർ എടുക്കും മുടി കെട്ടാൻ. പിന്നെ ഇത് എൻ്റെ തലയിരിക്കുന്ന ക്ലിപ്പ് കണ്ടോ. ഇപ്പോൾ ഇത് എല്ലാവരുടെയും തലയിൽ ഇതാണല്ലോ. പക്ഷേ ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറേ നാളായി. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഞാൻ ഇത് സാധാരണ ഇങ്ങനെയൊന്നും അല്ല ഒരുങ്ങാറ്. ഈ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഞാൻ ചുമ്മാ അങ്ങ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇതേ കണ്ടോ, ക്യാമറ കുറച്ചുകൂടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൻ്റെ അകം വരെ കാണാമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.